ഇപ്പം നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെ നോക്കുക. ഇതൊരു വൃത്തമാണ്, ഒരു സർക്കിള്. വൃത്തമാണ്, ഒരു സർക്കിള്. ഈ സർക്കിള് എ ബി സി എന്ന് പറയുന്ന ഒരു ചാപമാണ്, ഒരു ആർക്കാണ്. എ ബി സി ആർക്ക്, എ ബി സി ചാപം, ആർക്കാണ് എ ബി സി. എ ക്യു സിയോ, എ ക്യു സിയും ഒരു ചാപമാണ്, ഒരു ആർക്കാണ് എ ക്യു സി. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം. ഇപ്പോൾ രണ്ട് സെഗ്മെൻ്റ് ആയത്, രണ്ട് സെഗ്മെൻറ്റ്. മലയാളത്തിൽ എന്ന് പറയും രണ്ട് ഖണ്ഡം എന്ന് പറയും. രണ്ട് ഖണ്ഡം, വൃത്തഖണ്ഡം. ഇതാണ് രണ്ട് വൃത്തഖണ്ഡങ്ങളായി കണ്ടോ. ഇതൊരു വൃത്തഖണ്ഡം, മറ്റൊരു വൃത്തഖണ്ഡം. ഇത് രണ്ടും എന്തായിരിക്കും? ഇത് രണ്ടും കൂടി ചേർന്നാൽ ഒരു വൃത്തമാകും. രണ്ട് സെഗ്മെൻറ്റുകൾ ചേർന്നാൽ എന്താവും? ഒരു സർക്കിളാവും. അപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്ന ആംഗിൾ കണ്ടോ, ഇതിൻ്റെ പേരെന്താണ്? ആംഗിൾ എ പി സി, കോൺ എ പി സി. കണ്ടോ, ഇത് കണ്ടോ, ആംഗിൾ എ പി സി എന്നാണ് ഇതെങ്കിൽ ഇത് ആംഗിൾ എ ക്യു സി. ഓക്കെ, ഇത് കണ്ടോ, കോൺ എ എം സി. ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ, ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ, ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ എന്ന് പറയാം. ഇതങ്ങനെ ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ എന്ന് പറയാം. അത് എളുപ്പത്തിൽ പറയുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച മറ്റൊരു രീതിയിലും പറയാമല്ലോ. ചാപം എ ബി സി മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകളല്ലേ. അപ്പോൾ ഒരു ചാപം അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ, മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ, അങ്ങനെയും പറയുന്നത്. ഒരു ചാപം അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ എന്നും പറയാം അല്ലേ. ഒരു ചാപം അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ തുല്യമായിരിക്കും. ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യമായിരിക്കും, അങ്ങനെയും പറയാം. ഈ രണ്ട് രീതിയും പറയാമാണെങ്കിൽ ഏത് രീതിയാണോ അത് പറയാം. ഒരു ചാപം അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ തുല്യമായിരിക്കും, അല്ലെങ്കിലോ ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യമായിരിക്കും. ഇപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇതും 60 ആയിരിക്കും, ഇതും 60 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെ പറയാം? ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെൻറ്റ്. ഇംഗ്ലീഷ് കുറച്ചും കൂടെ എളുപ്പമാണ് പറയാൻ ഈ കേസിൽ മാത്രം. ആംഗിൾസ്, മറ്റുള്ള കേസുകളിൽ അല്പം പാടാണ്, വളഞ്ഞ വഴിയാണ് ഇംഗ്ലീഷിന്. മലയാളം എളുപ്പമാണ്. പക്ഷേ ഈ ഒരു നിയമം ഇംഗ്ലീഷിൽ പറയാനാണ് ഇച്ചിരി കൂടി എളുപ്പം. വൃത്തഖണ്ഡം എന്ന് പറയേണ്ട, സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മതി. ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെൻറ്റ്, ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെൻറ്റ് ആർ ഈക്വൽ. ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെൻറ്റ് ആർ ഈക്വൽ, അങ്ങനെ ഇംഗ്ലീഷിൽ പറയാം അല്ലേ. ഒരു സെഗ്മെൻറ്റിലെ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം? The angles made by an arc in its complementary arc ആർ സെയിം, അങ്ങനെയും പറയാം. ദി ആംഗിൾസ് മെയ്ഡ് ബൈ ആൻ ആർക്ക് ഇൻ ഇറ്റ്സ് കോംപ്ലിമെൻ്ററി ആർക്സ് ആർ സെയിം, അങ്ങനെയും പറയാം. ഈ രണ്ട് നിയമത്തിൽ ഏതുകൊണ്ട് ഉപയോഗിക്കുക? രണ്ടും ശരിയാണ്. ചില സമയത്ത് സ്കൂളുകളിൽ ആദ്യത്തെ നിയമം ഉപയോഗിച്ച് പഠിപ്പിക്കും, ചിലപ്പോൾ രണ്ടാമത്തെ നിയമം ഉപയോഗിച്ച് പഠിപ്പിക്കും. രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് ഈ പഠിപ്പിക്കുന്ന നിയമം ഇത്രയും നാൾ പഠിച്ച ആ നിയമങ്ങളനുസരിച്ചാണ് രണ്ടാമത്തെയാണ് ശരി. ഏതാണ്? ആംഗിൾസ് മെയ്ഡ് ബൈ ആൻ ആർക്ക് ഇൻ ഇറ്റ്സ് കോംപ്ലിമെൻ്ററി ആർക്ക് ആർ ഈക്വൽ അല്ലേ. ഒരു ചാപം അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ തുല്യം. എളുപ്പമുണ്ട് പറയാൻ. എളുപ്പം ഏതാണ്? ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെൻറ്റ് ആർ ഈക്വൽ, ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യം. പറയാൻ എളുപ്പം രണ്ടാമത്തെയാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ എടുത്തോ, ഇപ്പം എങ്ങനെ എടുത്താലും പ്രശ്നമൊന്നും ഇല്ല. ഇത്രയും തന്നെ മനസ്സിലാക്കുന്നതാണ് ഈ സെഗ്മെൻറ്റിൽ ഉണ്ടാകുന്ന ആംഗിൾസ്. ഈ ആംഗിൾസ് തിരിച്ചറിയാൻ മറ്റൊരു വിദ്യയും കൂടി ഞാൻ പറഞ്ഞു. ഈ ആംഗിൾസ് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്നൊരു വിദ്യ പറഞ്ഞുതരാം. ഇത് നോക്കി, ആംഗിൾ എ പി സി എയിൽ തുടങ്ങി സിയിൽ അവസാനിച്ചു. ആംഗിൾ എ ക്യു സി എയിൽ തുടങ്ങി സിയിൽ അവസാനിച്ചു.
ആംഗിൾ എ എം സി, എയിൽ തുടങ്ങി സിയിൽ അവസാനിച്ചു. അപ്പോൾ ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ കാണണമെങ്കിൽ ഇങ്ങനെ വന്നാലും ശരിയാണ്. ആംഗിൾ എ ബി സി അതും എയിൽ തുടങ്ങി സിയിൽ അവസാനിക്കുക. അത് നോക്കരുത് കേട്ടോ, ഇത് എടുക്കരുത്. അതാണ് പറഞ്ഞത്, ഒരു ഡയറക്ഷൻ നോക്കണം. ഇതെല്ലാം മുകളിലേക്കല്ലേ, അപ്പോൾ ഒരേ ഡയറക്ഷനിൽ ആണ് ആംഗിൾസ് എടുക്കുന്നത്. അതിൻ്റെ എൻ പോയിൻറ്റ്സ്, അതിൻ്റെ അഗ്രബിന്ദുക്കൾ തുല്യമാണെങ്കിൽ എന്താണ്, അത് ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളാണല്ലേ. ഈ പ്രോബ്ലം പഠിപ്പിക്കുമ്പോഴാണ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കും, പക്ഷേ ഇതെന്താണോ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കുട്ടികൾക്ക്. എല്ലാ വർഷവും ഞാൻ ശ്രദ്ധിക്കാറുണ്ടത്. എന്നാൽ അത് വലിയ പാടില്ലാത്തൊരു കാര്യമാണ് താനും. ഇത് കണ്ടാൽ തിരിച്ചറിയാൻ എന്തൊരു നല്ല മാർഗ്ഗം. ഞാൻ വേറൊരു മാർഗ്ഗം പറയട്ടെ. ഒരു മാർഗ്ഗം പറഞ്ഞു എയിൽ തുടങ്ങി സിയിൽ തന്നെ അവസാനിച്ചു അല്ലേ. വേറൊരു മാർഗ്ഗം പറയട്ടെ. എ ബി സി എന്നല്ലേ ആ ചാപത്തിൻ്റെ പേര്, ആ ആർക്കിൻ്റെ പേര് അങ്ങനെ എഴുതാമണേ, ആർക്ക് എ ബി സി, ചാപം എ ബി സി എന്നല്ലേ. അപ്പോൾ എയിൽ തുടങ്ങി അതിൻ്റെ മറുചാപത്തിലയക്കണം, അതിൻ്റെ മറുചാപത്തിലോട്ട് പോയി സിയിൽ വന്നു. ഇങ്ങോട്ട് വരരുത്, അതിൻ്റെ മറുചാപത്തിലോട്ട് പോകണം. ഈ ചാപത്തിലോട്ട് തന്നെ തിരിച്ചു വരരുത്. അപ്പോൾ എയിൽ തുടങ്ങി അതിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്കിൽ പോയി തൊട്ടിട്ട് സിയിൽ വരണം. ആ ആർക്കിൻ്റെ എൻ പോയിൻറ്റ്സാണ് എയും സിയും, ആ ചാപത്തിൻ്റെ അഗ്രബിന്ദുക്കളാണ് എയും സിയും. അപ്പോൾ എയിൽ തുടങ്ങി സിയിൽ അവസാനിക്കണം. ആ ചാപത്തിൻ്റെയും ആംഗിളിൻ്റെയും പേരിൻ്റെ അവസാനം എയും സി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ആർക്കിൻ്റെ എൻ പോയിൻ്റ് ഇതിൻ്റെ അഗ്രബിന്ദുവായി എഴുതി തുടങ്ങി മറ്റൊരു അഗ്രബിന്ദുവിലെത്തി. അത് ഇങ്ങനെ എത്തരുത്, ഇതല്ല ഇങ്ങനെ എത്തരുത്, ഇങ്ങനെ എത്തി. പക്ഷെ അതില്ല, അതിൻ്റെ മറുചാപത്തിൽ പോയി തൊട്ടിട്ടെത്തണം. അതിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്കിൽ പോയി തൊട്ടിട്ടെത്തണം അല്ലേ. അപ്പോൾ ഒരു ചാപത്തിൻ്റെ ഒരു അഗ്രബിന്ദുവിൽ തുടങ്ങി അതിൻ്റെ മറുചാപത്തിൽ പോയി തൊട്ടു, എന്നിട്ട് മറ്റേ അഗ്രബിന്ദുവിൽ വന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ. ഒരു ആർക്കിൻ്റെ ഒരു എൻഡ് പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്കിൽ പോയി തൊട്ടു, എന്നിട്ടോ ആ ആർക്കിൻ്റെ മറ്റേ എൻ പോയിന്റിൽ വന്ന് ചേർന്നു അല്ലെ. ഈ എൻ പോയിന്റിൽ നിന്ന് പോയിട്ട് കോംപ്ലിമെൻ്ററി ആർക്കിൽ പോയി തൊട്ടു, എന്നിട്ട് മറ്റേ എൻ പോയിന്റിൽ വന്ന് ചേർന്നു. അതാണ് ഈ ആംഗിള്. അങ്ങനെ എത്ര എണ്ണം ചേരാം. ഇവിടെ പോയി തൊട്ടു വന്നു, ഇവിടെ പോയി തൊട്ടു വന്നു, ഇവിടെ പോയി തൊട്ടേ വന്നു. കണ്ടോ, ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ പോയി തൊട്ടേ എന്നിട്ട് ഞാൻ തിരിച്ചു വന്നേ. കണ്ടോ, ഇപ്പോൾ ഏതാണ്ട് ക്ലിയർ ആയില്ലേ. ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്ലിയറായി. പക്ഷേ ഞാൻ വേറൊരു സെറ്റ് കൂടെ കാണിച്ചു തരട്ടെ. ഇത് വരണം. ഈ ആർക്ക് ഇതിൻ്റെ മറുചാപത്തിൽ ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഇത്. ഇങ്ങനെയാണ് എത്ര എണ്ണം വരയ്ക്കാം. ഇതെല്ലാം ഈക്വലായിരിക്കും. ഇതും ഈക്വലായിരിക്കും. ഇതും ഈക്വലായിരിക്കില്ല കേട്ടോ. ഇതും ഈക്വൽ, ഇതും തുല്യം, ഇതും തുല്യം. കാരണം എന്താണ്, ഈ ചാപം ഇതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകളാണ് ഇതെല്ലാം, അതെല്ലാം തുല്യം. ഈ ചാപം ഇതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകളാണ് ഇതെല്ലാം, അതെല്ലാം തുല്യം. ഈ ആർക്ക് ഈ കോംപ്ലിമെൻ്ററി ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾസാണ് ഇതെല്ലാം, അതെല്ലാം ഈക്വൽ. ഈ വലിയ ആർക്ക് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾസാണ് ഈ ചെറിയ ആംഗിൾസ് എല്ലാം, അതെല്ലാം ഈക്വൽ. ഓക്കെ, ഇപ്പോൾ ഏതാണ്ട് ക്ലിയർ ആയില്ലേ. ഇപ്പോൾ ഏതാണ്ട് ക്ലിയർ ആയി. അപ്പോൾ നമുക്കിനി നേരെ ഒരു പ്രോബ്ലത്തിലോട്ട് പോകാം. ഒരു പ്രോബ്ലം, ആ പ്രോബ്ലം ഉണ്ടാക്കുന്നതും കൂടി നിങ്ങൾ നോക്കിയോ, എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാമെന്നും കൂടി പഠിക്കും. ഇതൊരു സർക്കിളാണ്, ഒരു വൃത്തമാണ്. വരയ്ക്കുന്ന നോക്കി ഒരു ചക്രീയ ചതുർഭുജം അങ്ങ് വരയ്ക്കാൻ പോയി. ചക്രീയ ചതുർഭുജം വലിയ ഷേപ്പൊന്നും വേണ്ട, വളഞ്ഞ് ഇരിക്കട്ടെ, കുഴപ്പമില്ല. ചക്രീയ ചതുർഭുജം. അതിന് പേരും കൊടുത്തു, ABCD പേര് കൊടുത്തു. ഞാൻ ഇവയുടെ ശീർഷങ്ങൾ തമ്മിൽ, ഇവയുടെ വെർട്ടിസസ് തമ്മിൽ ഡയഗണൽസ് വരച്ചു നടത്താം. വികരണങ്ങൾ വരച്ചു. അതിൻ്റെ വെർട്ടിസസ്, ഓപ്പോസിറ്റ് വെർട്ടിസസ് തമ്മിൽ യോജിപ്പിച്ചു, വികരണങ്ങൾ വരച്ചു. കണ്ടോ, ഇനി ഞാൻ തരാൻ പോകുന്ന ആംഗിൾ ഇവിടെ 40 ഡിഗ്രി, ഇവിടെ 50 ഡിഗ്രി, ഇവിടെ 70 ഡിഗ്രി. ഇത്ര നന്ദി. കണ്ടോ, ഇപ്പോൾ ഒത്തിരി ആംഗിൾ കണ്ട പോലെ തോന്നിയില്ലേ. ആകെയാൽ പ്രശ്നം ഇതെന്തായി പറയണത്. എൻ്റെ ചോദ്യം ഇതാണ്, ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി ഇവ കാണുക. കോണെ ഇത് ഫുള്ള് വേണം. ഇത് കോണയല്ല, ഇത് CAB ആണ്. കോൺ ബി, കോൺ സി, കോൺ ഡി, ഇത് ഡി ആണ്. കോൺ ഡി ഇവ കാണുക. ഇതാണ് ചോദ്യം. ഇത് നമ്മൾ ഇപ്പോൾ പഠിപ്പിച്ച നിയമവും ചക്രീയ ചതുർഭുജത്തിൻ്റെ നിയമവും സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ നിയമം, അത് രണ്ടും കൂടെ ചേർത്താണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ പഠിപ്പിച്ച നിയമം നമുക്കറിയാം. ഒരു ചാപം മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകൾ തുല്യമായിരിക്കും. അല്ലെങ്കിൽ ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെൻറ്റ് ആർ ഈക്വൽ. ഒരേ വൃത്തഖണ്ഡത്തിലെ ചാപങ്ങൾ തുല്യം.
ചക്രീയ ചതുർഭുജത്തിൻ്റെ കേസ് നമുക്കറിയാം. എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആർ സപ്ലിമെൻ്ററി. ഒരു ചക്രീയ ചതുർഭുജത്തിലെ എതിർ ശീർഷ കോണുകൾ അനുപൂരകങ്ങളായിരിക്കും. അതായത് അവ കൂട്ടുമ്പോൾ 180 കിട്ടുമെന്ന്. ഈ രണ്ട് നിയമങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്, പ്രത്യേകിച്ച് SSLCക്കൊക്കെ വരാൻ വളരെ ചാൻസ് ഉള്ളതാണ്. പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. പല എക്സാമിനും പല പ്രാവശ്യം വന്നിരിക്കുന്നൊരു ക്വസ്റ്റ്യനുമാണ്. നോക്കുക, ഫസ്റ്റിൽ ഞാൻ ഇഷ്ടമുള്ള ആംഗിൾ തിരഞ്ഞെടുത്തോളൂ. 40 എടുക്കുക, അല്ലെങ്കിൽ 40 എടുത്തു. 40 എന്ന് പറയുന്ന ആംഗിളിൻ്റെ പേരെന്താണ്? ആ കോണിൻ്റെ പേരാണ് കോൺ CAB. കോൺ CAB ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 40. ഈ കോൺ CAB ഏത് ചാപത്തിലെ കോണാണ്? നിങ്ങൾക്ക് പറയാമോ? കോൺ CAB ഏത് ചാപത്തിലെ കോണാണ്? ഞാൻ ആ ചാപം വരച്ച് കാണിച്ചിട്ട് ഏത് ചാപം ഉണ്ടാക്കും, അതിൻ്റെ മറിയാവത്ത് ഉണ്ടാക്കുന്ന കോണാണ്. ഇതാണ്. നല്ല സ്കെച്ച് ചെയ്യാനാ. ഈ ചാപം അല്ലേ? ചാപം BC എന്ന് പറയാം അല്ലേ? ഈ BC അതിൻ്റെ മറിജാപത്തിലുണ്ടാക്കുന്ന കോണുകളാണ് BAC അല്ലെങ്കിൽ CAB. ഈ CAB. അപ്പോൾ ഈ ചാപം തന്നെ അതിൻ്റെ മറിയാപത്തിൽ വേറെ ഏതെങ്കിലും കോണുകൾ ഉണ്ടാക്കുന്നുണ്ടോ? CAB. സിയിൽ തുടങ്ങി ഇതിൻ്റെ അഗ്രബിന്ദുവായ ബിയിൽ അവസാനിച്ചു. അതുപോലെ സിയിൽ തുടങ്ങുന്ന വേറെ ആംഗിളുണ്ടോ? CDB. ആംഗിൾ CDB. രണ്ടും CAB. സിയിൽ സ്റ്റാർട്ട് ചെയ്തു, തൊട്ടു ബിയിൽ വന്നു. സിയിൽ സ്റ്റാർട്ട് ചെയ്തു, തൊട്ടു ബിയിൽ വന്നു. കണ്ടോ? മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ അതും എന്തായിരിക്കും? കോൺ CAB 40 CDB എന്തായിരിക്കും? അത് ആംഗിൾ CABക്ക് തുല്യമായിരിക്കും, 40 ആയിരിക്കും. കാരണം എന്താണ്? ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ അല്ലേ? ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ. ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെൻറ്റ്. ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ദി ആംഗിൾസ് മെയ്ഡ് ബൈ ആൻ ആർക്ക് ഇൻ ഇറ്റ്സ് കോംപ്ലിമെൻ്ററി ആർക്ക്. ഒരു ചാപം അതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകൾ തുല്യം. അങ്ങനെയും പറയാം. അപ്പം കണ്ടുപിടിച്ച് നമ്മൾ വേറൊരു കളറിൽ എഴുതണം. ഇവിടുത്തെ സ്കെച്ച് ചെയ്യാനാളൊന്നും തെളിയാതായി. ഇത് 40 ആണെങ്കിൽ ഇത് 40. ഓക്കെ. എന്ത് ഭാഗ്യം, തെളിഞ്ഞു. അതൊക്കെ. ഇതിപ്പോൾ ഈ ആംഗിൾ ഫുൾ കിട്ടി, ആംഗിൾ D കിട്ടി അല്ലേ? യെസ്. അപ്പോൾ ഈ 40 അല്ലേ സെലക്ട് ചെയ്ത്. ഇനി അടുത്ത് നമുക്ക് എന്ത് സെലക്ട് ചെയ്യാം? 40 ഇപ്പോൾ സെലക്ട് ചെയ്ത കോൺ ആംഗിൾ. അതുപോലെ തന്നെ വേറൊരു 40 കണ്ടുപിടിച്ചു. ഇനി ഞാൻ 50 സെലക്ട് ചെയ്യട്ടെ. 50. ഈ 50 എന്ന് പറയുന്ന ആംഗിൾ, അതിൻ്റെ പേരെന്താണ്? ABD അല്ലെങ്കിൽ DBA എന്ന് പറയാം. DBA. ആംഗിൾ DBA. ഡിയിൽ തുടങ്ങി, ബിയിൽ തൊട്ടു, എയിൽ വന്നു അല്ലേ? അത് ഈ ചാപത്തിൽ അല്ലേ? അത് AD എന്ന് പറയുന്ന ചാപം ഉണ്ടാക്കുന്നതല്ലേ? AD എന്ന് പറയുന്ന ചാപം അതിൻ്റെ അഗ്രബിന്ദുവിൽ വന്നിട്ട് മറുചാപത്തിൽ തൊട്ടിട്ട് തിരിച്ച് അവിടെ വന്നു, തിരിച്ച് അതിൻ്റെ അങ്ങേ തലയ്ക്കൽ വന്നു അല്ലേ? AD എന്ന് പറയുന്ന ഒരു ആർക്ക്, അതിൻ്റെ ഒരു എൻ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്ക്, അതിന് കോംപ്ലിമെൻ്ററി ആർക്കിൽ വന്ന് തൊട്ടിട്ട് എവിടെ എത്തി? അതിൻ്റെ മറ്റേ എഡ്ജിലെത്തി. അതാണ് 50 എന്ന് പറയുന്നത് അല്ലേ? 50. ആംഗിൾ DBA 50 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ. ഇതുപോലെ DBA ഡിയിൽ തുടങ്ങി എയിൽ അവസാനിക്കുന്ന വേറെ ഒരെണ്ണം ഈ ചാപത്തിലുണ്ടോ? DCA അല്ലേ? ആംഗിൾ DCA എന്ന് പറയുന്നത് ഇത് ആംഗിൾ DBAക്ക് തന്നെ തുല്യമാണ്. കോൺ DBAക്ക് തുല്യമാണ്. അതായത് അത് 50 ആണ്. വൈ? ഒരേ വൃത്തഖണ്ഡത്തിലെ ചാപങ്ങൾ, കോണുകൾ, ഒരേ ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെൻറ്റ്, ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ. 50ൻ്റെ കഥയും കഴിഞ്ഞു. അപ്പം 40ൻ്റെ ഒരു ജോഡി കണ്ടുപിടിച്ചു, ഒരു പെയർ കണ്ടുപിടിച്ചു. 50ൻ്റെ അതേ ഒരു പെയർ കണ്ടുപിടിച്ചു. ഇനി 70 അല്ലേ ഉള്ളത്? 70 എന്താണ്? ADB അല്ലേ? ആംഗിൾ ADB, കോൺ ADB. എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന വേറെ എന്തെങ്കിലും ഉണ്ടോ? ACB. ഇത് 70. ADB 70 ആണ്. അപ്പം ആംഗിൾ ACB ഈ ADBക്ക് തുല്യമായിരിക്കും അല്ലേ?
കോൺ എ ഡി ബിക്ക് തുല്യമായിരിക്കും അത് 70. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഇതിൻ്റെയൊക്കെ കാരണം സെയിം ഇതിങ്ങനെ എഴുതി വെക്കണം. എന്താണ്? ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യം. ആംഗിൾസ് ഇൻ സെയിം സെഗ്മെൻറ്റ് ആർ ഈക്വൽ. അല്ലെങ്കിലോ ഒരു ചാപം അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ തുല്യമായിരിക്കും അല്ലേ? ദി ആംഗിൾസ് മെയ്ഡ് ബൈ ആൻ ആർക്ക് ഇൻ ഇറ്റ്സ് കോംപ്ലിമെൻ്ററി ആർക്ക് ആർ സെയിം. ഒരു ഓപ്പോസിറ്റ് ആർക്ക് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഓപ്പോസിറ്റ് ആർക്ക് ആർ സെയിം. എല്ലാം ശരിയാണ്, എല്ലാത്തിനും പേര് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയും കിട്ടിയല്ലേ? ഇനി നമുക്ക് 2 ആംഗിൾ കൂടി കാണാൻ കിടക്കുന്നു. 2 ആംഗിൾ അല്ലേ? ഈ ആംഗിളും ഈ ആംഗിളും കൂടെ കാണാൻ കിടക്കുന്നു. എന്തെങ്കിലും മാർഗമുണ്ടോ? പല മാർഗങ്ങളും ഉണ്ട് അല്ലേ? ഈ ട്രയാങ്കിൾ എ ഡി സിയിലെ കോണുകളെല്ലാം ഇത്രയും തന്നിട്ടുണ്ട്, ഒരെണ്ണം കൊണ്ട് തരാനുള്ളൂ. അപ്പോൾ ഈ ട്രയാങ്കിൾ അങ്ങനെ എഴുതാം, പല രീതിയിൽ എഴുതാം. ഈ ചക്രീയ ത്രിഭുജ സിദ്ധാന്തം അനുസരിച്ച് എഴുതാം. എന്താണ്? ഈ ആംഗിൾ ഈ ആംഗിൾ കൂട്ടി 150 കിട്ടണം അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാമല്ലോ. ആംഗിൾ സി പ്ലസ് ആംഗിൾ എ ഈക്വൽസ് 180 അല്ലേ? ആംഗിൾ സി പ്ലസ് ആംഗിൾ എ ഈക്വൽസ് 180. വൈ? എന്തുകൊണ്ടാണ്? ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർ ശീർഷ കോണുകൾ. ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർശീർഷ കോണുകൾ. എതിർശീർഷ കോണുകൾ എന്താണ്? അനുപൂരകങ്ങളാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് ക്വാഡ്രാറ്റർ ആർ 180 അല്ലെങ്കിൽ സപ്ലിമെൻ്ററി. അപ്പോൾ നമുക്ക് ആംഗിൾ എ ആണെങ്കിൽ ആംഗിൾ എ ഡി എ സി കാണാൻ എന്ത് ചെയ്യണം? ആംഗിൾ ഡി എ സി ഏതാണ്? ഇതാണ്. ഡി എ സി കാണണമെങ്കിൽ 180 നിന്ന് ഇതും കൂടെ കൂട്ടിയിട്ട് കുറച്ചാൽ പോരെ? 180 മൈനസ് ഏതൊക്കെയാണ്? 50 പ്ലസ് 70 പ്ലസ് 40. 50 പ്ലസ് 70 പ്ലസ് 40 സമം 180 മൈനസ് 70 50 120 അല്ലേ? 120 40 160 സമം 20. എന്താണ്? 20. ഇത് 20 നമുക്ക് ഡി എ സി അല്ലേ? ആംഗിൾ ഡി എ സി 20 ആണെങ്കിൽ ആംഗിൾ അതുപോലെ തന്നെ ഡി തുടങ്ങിയിട്ട് സിയിൽ അവസാനിക്കുന്ന മറ്റൊരു ആംഗിൾ ഉണ്ട്, ഡി എ സി എന്ന് പറഞ്ഞാൽ ഡി ബി സി അല്ലേ? യെസ്. ആംഗിൾ ഡി ബി സി എന്ന് പറയുന്നത് ആംഗിൾ ഡി എ സിക്ക് തുല്യമാണ്. അത് 20മാണ്. വൈ? ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെൻറ്റ്, ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ അല്ലെങ്കിൽ ഒരു ചാപം അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ തുല്യം. ദി ആംഗിൾസ് മെയ്ഡ് ബൈ ആൻ ആർക്ക് ഇൻ ഇറ്റ്സ് കോംപ്ലിമെൻ്ററി ആർക്ക് ആർ സെയിം. മനസ്സിലായില്ല? അപ്പോൾ എല്ലാ ആംഗിളും കിട്ടി. ഇനി ചോദ്യത്തിലോട്ട് വരാം. ആംഗിൾ എ എന്താണ്? ആംഗിൾ എ എന്ന് പറയുന്നത് 70 40 കൂടെ കൂട്ടണം അല്ലേ? ആംഗിൾ എ ബി സി അല്ലേ കാണേണ്ടത്? എ ബി സി ഡി 70 40 കൂടെ കൂട്ടുക, അപ്പോൾ 110. സോറി, അത് ആംഗിൾ എ അല്ല, ആംഗിൾ ഡി ആണ്. ആംഗിൾ ഡി. ഇനി ആംഗിൾ എ കാണാം. ആംഗിൾ എ ആണെങ്കിൽ കോൺ എ ആണെങ്കിൽ 20 പ്ലസ് 40 60. ആംഗിൾ ബി ആണ്. ആംഗിൾ ബി ആണെങ്കിൽ 50 പ്ലസ് 20 70. എ ബി ഡി ഐ. ഇനി ആംഗിൾ സി ആണ്. ആംഗിൾ സി 70 പ്ലസ് 50. 70 പ്ലസ് 50 120. ഓക്കെ, കിട്ടിയില്ല. അപ്പോൾ ഇത് 120, ഇത് 60. 120 60 180 കറക്റ്റാണ്. 70 40 110. 110ഉം 70 180. ഓക്കെ, ഇനി ഒന്ന് കൂട്ടി നോക്കിയാൽ കറക്റ്റായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കണക്ക് ശരിക്കും കണ്ട് മനസ്സിലാക്കാൻ 2 നിയമങ്ങളെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. 2 തിയറംസ് എന്തൊക്കെയാണ്? ആംഗിൾസ് ഇൻ ദി സെഗ്മെൻറ്റ് ആർ ഈക്വൽ, പിന്നെയോ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആർ സപ്ലിമെൻ്ററി. ഒരു ചതുർഭുജത്തിലെ ചക്രീയ ചതുർഭുജത്തിലെ എതിർശീർഷ കോണുകൾ തുല്യം, ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യം. ഓക്കെ, ഇനി അതുപോലെ തന്നെയുള്ള മറ്റൊരു കണക്ക് നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെ ഒരു വൃത്തം വരച്ചിരിക്കുന്നു. ഒരിക്കലും ഇത് കേന്ദ്രമല്ല കേട്ടോ, ഇത് സെൻറ്ററല്ല. ഈ കൂട്ടിമുട്ടിയിരിക്കുന്ന ഒരിക്കലും കേന്ദ്രത്തിലല്ല, സെൻറ്ററിലല്ല. കൂട്ടിമുട്ടിയിരിക്കുന്ന ഒരിക്കലും സെൻറ്ററിലല്ല, അത് ഓർത്തോളണം. നമ്മളതൊന്ന് ആ സെൻറ്ററിൽ വരുമ്പോൾ ആ സെൻറ്റർ ആംഗിൾ കേന്ദ്രകോണം എന്ന് പറയുന്ന സങ്കല്പത്തിലൂടെ നമ്മൾ പോകും. അങ്ങനെയൊന്നും പോകണ്ട, സെൻറ്ററിലായിരിക്കില്ല കൂട്ടിമുട്ടുന്നത് ഇങ്ങനത്തെ കണക്കിന്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു വൃത്തം തന്നിരിക്കുന്നു, ഒരു സർക്കിൾ തന്നിരിക്കുന്നു. എ ബി ഡി സി എന്നാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ. എ ബി ഡി സി എന്ന് പറയുന്ന ഒരു ചക്രീയ ചതുർഭുജമാണ് അല്ലേ? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററാണ്. ഇത് ചോദ്യം ഇങ്ങനെ തന്നെ, കോൺ സി, കോൺ ഡി,
കോൺ എ, കോൺ ബി, കോൺ എ, ആംഗിൾ എ ബി സി ഡി ഇവ കാണുക, ഫൈൻഡ് ഇവ കാണുക. ഇങ്ങനെയാണ് ചോദ്യം, ഇവ കാണുക. കഴിഞ്ഞൊരു പ്രോബ്ലം നമുക്ക് ചെയ്തിട്ടുള്ള കാരണം നമുക്ക് അതിനേക്കാളും പെട്ടെന്ന് തന്നെ ഇതിനെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഫസ്റ്റിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു ആംഗിൾ തിരഞ്ഞെടുക്കൂ, കറക്കി കുത്തിക്കോ. 60. യെസ്. ഈ ആംഗിളിൻ്റെ പേരെന്താണ്? ഈ കോണിൻ്റെ പേരെന്താണ്? ഇവിടെ നിന്നും പേര് പറയാം, ഇവിടെ നിന്നും പേര് പറയാം. ഡി ബി സി, ആംഗിൾ ഡി ബി സി 60. ഓക്കെ, അതല്ലേ തന്നിരിക്കുന്നത്. ഇനി ഡിയിൽ തുടങ്ങി ഡി ബി സി, ഡിയിൽ തുടങ്ങി ഈ മറുചാപത്തിൽ കണ്ടോ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ തൊട്ടിട്ട് തിരിച്ചു വരണം, സിയിൽ തിരിച്ചു വരണം. ഡിയിൽ പോയി സി തിരിച്ചു വരണം. ഡി ബി സി, ഡി ബി സി. ഇനി വഴിയൊന്ന് മാറ്റി പിടിച്ചേ. ഡി എ സി, ഡി എ സി. ഡിയിൽ തുടങ്ങി സിയിൽ അവസാനിച്ചു. ഡി ബി സി, ഡി എ സി. കണ്ടോ, ഡി എ സി ആംഗിള് ഡി ബി സിക്ക് തന്നെ തുല്യമാണ്, 60. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം നിങ്ങൾക്ക് എഴുതാൻ അറിയാം. എന്താണ് കാരണം? അതിൻ്റെ റീസൺ നിങ്ങൾക്ക് എഴുതാൻ അറിയാം അല്ലേ? കാരണം നിങ്ങൾക്ക് എഴുതാൻ അറിയാം. എന്താണ് കാരണം? ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യം. അത് എഴുതണം നിങ്ങൾ കേട്ടോ, അത് എഴുതുന്നില്ല, ഒന്ന് എഴുതിയല്ലോ. ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യം. ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെൻറ്റ് ആർ ഈക്വൽ. ഓക്കെ, 60ൻ്റെ കേസ് പോയി. ഇനി അടുത്ത ഏതാണ്? 40ൻ്റെ കേസ് പിടിക്കുക അല്ലേ. 40ൻ്റെ പേരെന്താണ്? സി ഡി എ, സി ഡി എ. ആംഗിൾ സി ഡി എ, സി ഡി എ 40. അതുപോലെ തന്നെ മറ്റൊരു ഒരെണ്ണം കാണിച്ചിട്ടാവോ? സി ഡി എ, റൂട്ട് മാറ്റി പിടിച്ച സി ഡി എ. സി ഇങ്ങോട്ട് ചരിച്ചു പിടിച്ചോ. സി ബി എ, സി ബി എ അല്ലേ, സി ബി എ. സിയിൽ തുടങ്ങി എയിൽ അവസാനിച്ചു. ഈ സി ബി എന്തായിരിക്കും? ആംഗിൾ സി ഡി എക്ക് തന്നെ തുല്യമായിരിക്കും, അത് 40 ആയിരിക്കും അല്ലേ. സി ഡി എ 40, സി ബി എ 40, ഇത് 40. ഓക്കെ, മനസ്സിലായല്ലോ. ഇപ്പോൾ 40 പിടിച്ചു, 60 പിടിച്ചു. ഇനി 20ൻ്റെ ഒരു ആംഗിൾ ഉണ്ടല്ലേ, 20. ഇതിൻ്റെ പേരെന്താണ്? ഡി സി ബി അല്ലേ. ആംഗിൾ ഡി സി ബി, ഡി സി ബി, ഡി സി ബി. ഡിയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കണം. ഡി സി ബി, റൂട്ട് മാറ്റി പിടിക്കാം. ഡി എ ബി, ഡി എ ബി. ഇത് ആംഗിൾ ഡി എ ബി. ഡി സി ബി, ഡിയിലും ബിയിലും തുടങ്ങി അവസാനിക്കുകയും ചെയ്തു, ഡിയും ബിയും. ഓക്കെ, അപ്പോൾ ഡി സി ബി, ഡി എ ബി. ഓക്കെ, ഡി എ ബിയും ആംഗിൾ ഡി സി ബിയും തുല്യമാണ്. അത് രണ്ട് 20. ഈ ഡി സി ബി നമുക്ക് തന്നിട്ടുണ്ട് 20 എന്നല്ലേ. ഡി സി ബി 20 തന്നിട്ടുണ്ട്. അപ്പോൾ ഡി എ ബിയും 20 ആയിരിക്കും. ഇതിൻ്റെ നിയമവും കാണാതെ പഠിക്കണം. ഞാൻ എത്രയോ പ്രാവശ്യം നിയമം ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, അത് കേട്ടാൽ തന്നെ കാണാതാവൂലേ. എന്താണ്? ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ, ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. അല്ലെങ്കിലോ ദി ആംഗിൾസ് മെയ്ഡ് ബൈ ആൻ ആർക്ക് ഇൻ ഇറ്റ്സ് കോംപ്ലിമെന്ററി ആർക്ക് ആർ സെയിം. ഒരു ജാപം അതിൻ്റെ മറുജാപത്തിലുണ്ടാക്കുന്ന കോണുകൾ തുല്യമാണ്. ഇത്രയായില്ലേ. ഇനിയിപ്പോൾ വിട്ടുപോയത് കണ്ടുപിടിച്ചാൽ പോരെ. ഇനി വിട്ടുപോകുന്ന ഈ ആംഗിളാണല്ലേ, ആംഗിൾ അല്ലേ, ബി സി എ. ആംഗിൾ ബി സി എ കാണാൻ എന്ത് ചെയ്യണ്ടേ? ബി സി എ. അപ്പോൾ നമുക്ക് ഇന്ന് എഴുതാം, ഈ ആംഗിളിനോട് കൂടി 180 കിട്ടണ്ടേ. അപ്പോൾ നമുക്ക് ആദ്യം എന്തെന്ന് എഴുതാം? ആംഗിൾ സിയും ആംഗിൾ ബിയും കൂടെ കൂട്ടിയാൽ 180 കിട്ടും. അപ്പോൾ ആംഗിൾ ബി സി എ, ബി സി എ കാണാൻ എന്ത് ചെയ്യണം? 180-ൽ നിന്ന് ഈ 60-ഉം 40-ഉം 20-ഉം കൂടി കൂട്ടിയിട്ട് കുറച്ചാൽ മതി. 60-ഉം 40-ഉം 20-ഉം കൂടി കൂട്ടിയിട്ട് കുറച്ചാൽ മതി അല്ലേ. ദാറ്റ് ഈസ് 180 മൈനസ് 120 60. ഇത് 60 കിട്ടി. ഇത് 60 കിട്ടിയാൽ ഇതിൻ്റെ പേരെന്താണ്? എ സി ബി അല്ലെങ്കിൽ ബി സി എ. ആംഗിൾ ബി സി എ 60 അല്ലേ. ഈ ആംഗിൾ ബി സി എ പോലെ തന്നെ ബി സി എ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തോ. ബി ഡി എ, യെസ്, കാണാനുള്ള മറ്റൊരു ആംഗിൾ. ആംഗിൾ ബി ഡി എ എന്ന് പറയുന്ന ആംഗിൾ ബി സി എക്ക് തന്നെ തുല്യമാണ്, അത് 60. ഈസി അല്ലേ. അതിൻ്റെ കാരണം എന്താണ്? ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർശീർഷ കോണുകൾ തുല്യം. ഇതിൻ്റെ കാരണം ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർശീർഷ കോണുകൾ തുല്യം. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആർ ഈക്വൽ. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. ആംഗിൾ എ കണ്ടുപിടിക്കാം. 20 + 60, 20 + 60 = 80.
ആംഗിൾ ബി കണ്ടുപിടിക്കാം. ആംഗിൾ ബി 40 + 60 = 100. ആംഗിൾ സി കണ്ടുപിടിക്കാം. 60 + 40 = 100. ആംഗിൾ ഡി കണ്ടുപിടിക്കാം. ആംഗിൾ സി 60 പ്ലസ് ആംഗിൾ ഡി ആണ് ഇത് കണ്ടുപിടിച്ചത്. ഇനി ആംഗിൾ സി കണ്ടുപിടിക്കാം. ആംഗിൾ സി 60 + 20 = 180. ഓക്കെ, 60 20 180. 40 60 100. ഇത് 60 20 80. 40 60 100 180. ശരിയാണ്. ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടുമ്പോൾ 180 കിട്ടണം. 60 40 100. 60 20 80. 100 80 180. ഓക്കെ, ഈസി. ഇപ്പോൾ 2 പ്രോബ്ലം നമ്മൾ ചെയ്തു. സെയിം പ്രോബ്ലമാണ്, ഒരേപോലെ ഇരിക്കുന്ന 2 പ്രോബ്ലമാണ് ചെയ്തത്. ഇത് ശരിക്കും തന്നെ ഇതുപോലെ ഉണ്ടാക്കുക. ഇത് ഈ ആംഗിൾ തന്നെ ഉണ്ടാക്കി പഠിക്കണമെങ്കിൽ ഞാൻ ഒരു മാർഗം പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെ എടുക്കുക. കണ്ടോ, ഒരു ചക്രീയ ത്രിഭുജം വരയ്ക്കുക. നോക്കുക, എപ്പോഴും നോക്കുക. ഈ ഒരു ട്രയാങ്കിൾ കണ്ടോ, ഈ അകത്തൊരു ട്രയാങ്കിൾ. അതിന് 20 ഇപ്പോൾ ഒരു 30 കൊടുത്താൽ ഇവിടെ ഒരു 40. ഈ 30 40 50 60 ഒക്കെ കൊടുക്കാവുള്ളൂ. 90 131 കൊടുത്തേക്കരുത് കേട്ടോ. ഓക്കെ, കണ്ടോ, ഇപ്പോൾ ഇതായി. ഇങ്ങനൊരു ട്രയാങ്കിൾ കാണാൻ പാടില്ല. ഇങ്ങനൊരു ട്രയാങ്കിൾ കണ്ടോ. ഇത് കൊടുത്തു, കണ്ടോ. അപ്പോൾ ഇത് കൊടുത്തു. പിന്നെ ഇതാണ് കൊടുക്കേണ്ടത്. ഇത് 60 70 100 താഴെ കൊടുക്കാവുള്ളൂ. 65 കൊടുക്കാം. പണ്ട് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ബാക്കി തന്നെ കൊടുക്കും. ഇപ്പോൾ ഒരു ട്രയാങ്കിളിനകത്ത് ഇങ്ങനെയുള്ള ട്രയാങ്കിളില്ലേ, അവിടുത്തെ ഈ പാദകോണുകൾ ബേസ് ആംഗിൾസ് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇങ്ങനെ ആ ട്രയാങ്കിൾ ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ തോരാനും കൊടുക്കുക. അങ്ങനെ കൊടുക്കാവുള്ളൂ. ഇവിടുത്തെ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ കൊടുക്കാം. ഇത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ 65 കൊടുക്കാം. ഓക്കെ, ഇത് നോക്കി ഓരോ കണക്കുകളും ഉണ്ടാക്കിയിട്ട് സ്വയം പഠിക്കണം. അവനവൻ കൂടി കുറച്ച് അധ്വാനിക്കണം. എങ്കിലാണ് കണക്കുകളൊക്കെ പരീക്ഷയ്ക്ക് വന്നാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം കണ്ടു എന്ന് വിചാരിച്ച് ആ കണക്ക് പിന്നീട് നമ്മളത് സ്വയം ചെയ്തോളണം എന്നില്ല. പരിശീലനമാണ് ഇവിടെ ആവശ്യം. ഓക്കെ.